ചതുർത്ഥ സ്കന്ധത്തിലെ 26 യഥാരതിർബ്രഹ്മണി നഷ്ടികീ പുമാനാചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമി ബോദ്ധിതോഗ്നിഃ. ബ്രഹ്മത്തിൽ നൈഷ്ഠികമായ താല്പര്യം ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പോൾ ആചാര്യവാനായി ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. എപ്പോഴാണോ ബ്രഹ്മത്തിൽ നൈഷ്ഠികമായ താല്പര്യം ഉണ്ടാകുന്നത് അപ്പോൾ ആചാര്യവാനായി ജ്ഞാനവൈരാഗ്യങ്ങളുടെ ബലം കൊണ്ട് മനുഷ്യൻ വാസനകളില്ലാത്തവനായി തീരും. നമുക്ക് ഓരോ വാസനകളുണ്ടല്ലേ, അത് എളുപ്പത്തിൽ പറയാവുന്ന സംഗീതം ഒരു വാസനയാണ്. സംഗീത വാസന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിനോടൊരു താല്പര്യം, അത് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇത് രണ്ടും വേണം. താല്പര്യം മാത്രമുണ്ടേ വാസന എന്ന് പറയാൻ പറ്റില്ല. അതിനോടൊരു ഇഷ്ടമേ ഉള്ളത് അല്ലേ. വാസന എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാനൊരു കഴിവ് വേണം. അതും കൂടെ കൂടിയാൽ വാസനയാകും. അപ്പം നമുക്ക് ബ്രഹ്മത്തിൽ നൈഷ്ഠികമായ ഒരു താല്പര്യം ഉണ്ടായി. അതുപോലെ തന്നെ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ശക്തിയാൽ ജ്ഞാനവും അറിവും വിരാഗതയും അറിവും വേണം. അതുപോലെ തന്നെ ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ. ബ്രഹ്മത്തിലോട് ഒരുപാട് താല്പര്യം ഉണ്ടാകുമ്പോൾ അറിയാതെ നമുക്ക് മറ്റുള്ളതിനോട് താല്പര്യം കുറഞ്ഞു വരും ഇല്ലേ? സത്യമല്ലേ? നമുക്കിഷ്ടമുള്ള ഒരു പഴം അതുപോലത്തെ സാധനം കണ്ടാൽ നമ്മൾ വേറെ നിറയെ തിന്നും. എന്നും കാണുന്ന ചോറ് നമുക്ക് താല്പര്യമില്ലാതാകും. ചോറാണോ വേണ്ട എന്ന് വെക്കും. ചോറ് ഇനി വേണ്ട, അത് വല്ലപ്പോഴും കിട്ടുന്നതല്ലേ, അതുകൊണ്ട് അത് ആസ്വദിക്കാം അല്ലേ. തീരെ നിസ്സാരമായ ലളിതമായ ഉദാഹരണമാണ് പറഞ്ഞത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. അപ്പോൾ ഈ വാസനകൾ ഇല്ലാതായി തീർന്നതും പഞ്ചഭൂതപ്രധാനവും ഒക്കെ ആയിട്ടുള്ള ഹൃദയകോശത്തെ, ഹൃദയത്തിനെ, അതായത് മനസ്സിനെ ജ്വലിപ്പിക്കുന്ന അഗ്നി അരണിയെ എന്ന പോലെ ദഹിപ്പിച്ച് കളയുന്നു. അരണി കടയുകയല്ലേ, കടയുമ്പം അരണി കടയുന്നതെന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഞാനിത് നേരിട്ട് കണ്ടിട്ടില്ല, ഈ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അരണി കടയുന്ന അഗ്നിഹോത്രത്തിനൊക്കെ അരണി കടഞ്ഞു എന്നുള്ളത് അതെങ്ങനെയോ TV കണ്ടോണ്ടിരുന്ന സമയത്താണെന്നാണ്. അത്രയും പഴക്കമുണ്ട് ഇതിന്. ഇങ്ങനെ ഒരു തിരുമേനി 2-3 തിരുമേനിമാരെല്ലാം ചുറ്റിനും മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഒരു ഒരല് പോലത്തെ ഒരു സാധനം അതിലിങ്ങനെ ശരിക്കും നമ്മൾ കടകോല് വെച്ച് കടയുന്ന പോലെ ശക്തിയായിട്ട് മരം കൊണ്ട് തന്നെയാണ് കടയുന്നത്. അപ്പോൾ അഗ്നി ഒരു ശകലം ഉണ്ടാകും, പെട്ടെന്ന് അത് പിന്നെ കൂടിക്കൂടി വരും. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവസാനം അഗ്നി ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാലും ഇത് കത്തിക്കൊണ്ടിരിക്കും, അതിനകത്തോട്ടാണ് ഹോമിക്കുന്നത്. അപ്പോൾ ഈ അരണി എന്ന് പറഞ്ഞ സാധനമോ അതും ഇല്ലാതായി പോകുമല്ലേ. അതിൽ നിന്നുണ്ടായി വന്ന ആ അഗ്നി അരണിയെ എന്ന പോലെ ദഹിപ്പിച്ച് കളയുന്നു. മനസ്സിലായില്ലേ ഇപ്പോൾ കാര്യം? ഇത്രയേ ഉള്ളൂ. വായിക്കാൻ പഠിച്ചാൽ മതിയേ. യഥാരത് ബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ, പിന്നെ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിബദ്ധിതോഗ്നിഃ. ദഗ്ധാശയോ മുക്തസമസ്ത തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോർ യദ്വ്യവധാനം പുരസ്താദ് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ. ദഗ്ധാശയോ മുക്തസമസ്ത തദ്ഗുണോ നൈവാത്മനോ ബഹിരന്തർവിചഷ്ടേ പരാത്മനോർ യദ് വ്യവധാനം പുരസ്താദ് സ്വപ്നേ യഥാ പുരുഷസ്തദ് വിനാശേ. വാക്കുകളൊക്കെ കിട്ടിയല്ലോ. ഇനിയും അത് എന്താണ്? ദഹിച്ചു പോയത് നമ്മുടെ ഹൃദയമായിട്ട് ഇരിക്കുന്ന ആ അന്ധകരണം ദഹിച്ചത് കൊണ്ട് അതിൻ്റെ ഗുണങ്ങളിൽ നിന്നെല്ലാം മുക്തനായി. നമ്മൾ പുണ്യാത്മാവ് തന്നിൽ നിന്ന് അന്യമായി പുറത്തോ അകത്തോ യാതൊന്നും കാണുന്നില്ല. അകത്തും കാണുന്നില്ല. പുണ്യാത്മാവ് അകത്താണോ എന്ന് കാണുന്നില്ല, പുറത്താണോ എന്നും കാണുന്നില്ല. ഈ ഇതൊക്കെ മനസ്സിലുണ്ടായാൽ അടുകട്ടി വേദാന്തമാണ്, നമുക്ക് മനസ്സിലാകാത്ത വിഷയമാണ്. അതുകൊണ്ട് അത് വലിയതായിട്ട് ഞാൻ വിസ്തരിക്കുന്നുമില്ല. കാരണം ഞാനിത് കേട്ട് ഒരുപാട് ബോറടിച്ചിരുന്നിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്? ഇത്രയും പറഞ്ഞു തരാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അനുഭവത്തിൽ എനിക്കിത് മനസ്സിലായിട്ടില്ല.
പിന്നെ അന്ധകരണം, ആ മനസ്സെന്ന് പറയുന്നതിന് അതും ദഹിച്ചു പോയെന്നല്ലേ, അരണിയിൽ ദഹിച്ചു പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം, ആ വാസനകളും എല്ലാം ഇല്ലാതായി. അങ്ങനെ മുക്തനായ ആ പുണ്യാത്മാവ് തന്നിൽ നിന്ന് അന്യമായിട്ട്, താൻ എന്ന് പറയുന്ന ഒന്നുണ്ടെന്നറിയാം, അതിൽ നിന്ന് വേറെ ഒന്നിനെയും കാണുന്നില്ല. നിങ്ങളിൽ ആരെയും ഞാൻ വേറെ ആയിട്ട് കാണുന്നില്ല, മനസ്സിലായോ? എന്നെയും വേറെ ആയിട്ട് കാണുന്നില്ല. ഞാൻ എന്നെങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങളും, അത്രയേ ഉള്ളൂ. അതുപോലെ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ പശുവും പട്ടിയും പൂച്ചയും എല്ലാം. അങ്ങനെ കരുതാൻ ഒരു ജ്ഞാനിക്ക്, ഒരു വിരാഗവാൻ, അതായത് വൈരാഗ്യവാന് കഴിയും. അത് അന്ധകരണത്തിൻ്റെ ആ ഭാവനയുണ്ട്. അത് മുമ്പ് ഭേദഭാവന ഉണ്ടാക്കിയിരുന്ന, എന്നുവെച്ചാൽ ഇത് രണ്ടും രണ്ടാണെന്ന്, അതായത് നമ്മളിൽ നിന്ന് അന്യമല്ലാത്തതൊന്നാണ് മറ്റൊന്ന് എന്ന് തോന്നിക്കുന്നത്. എന്നിൽ നിന്ന് വേറെ ഒന്നാണ് രാമൻ എന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ രാമൻ്റെ ഇല്ല നടപ്പുണ്ട്. രാമൻ എന്ന് എനിക്ക് തോന്നുന്നത് എന്താ, അന്ധകരണത്തിൻ്റെ നാശം ഉണ്ടായി കഴിയുമെന്ന് പറഞ്ഞല്ലോ. ആ നാശത്തിൽ സ്വപ്നാവസ്ഥയിൽ പലത് കണ്ടാലും, നമ്മൾ പലതും സ്വപ്നാവസ്ഥയിൽ കാണുന്നത് പണ്ടേ പറഞ്ഞ് നിങ്ങൾക്ക് ദൃഢമായ കാര്യമാണ്. കണ്ടാലും സ്വപ്നത്തിൽ നാശം കാണാതിരിക്കുന്നവരും, സ്വപ്നത്തിൽ ഒരു നാശം ഒരിക്കലും കാണത്തില്ല. കാരണം നാശം കാണുന്നതിന് മുമ്പേ നമ്മൾ ഉണരും. നാശമെന്ന് പറഞ്ഞാൽ ഇല്ലായ്മ വരുന്നില്ലല്ലോ, നമ്മളൊന്നും ഇല്ലായ്മ വരുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഉണരുകയോ അല്ലെങ്കിൽ വേറെ അടുത്ത സ്വപ്നത്തിലോട്ട് വഴുതി വീഴുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വപ്നം നാശത്തിൽ കാണാതിരിക്കാവുന്നതുപോലെ പിന്നെ ദ്വൈതം അനുഭവമാകുന്നില്ല. രണ്ട് എന്നുള്ള ഭാവം അനുഭവമാകുന്നില്ല. ഇത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന സിദ്ധാന്തം ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ നിന്നാണ് ഭാഗവതത്തിലെ കൂടുതൽ ആചാര്യന്മാരും ഭാഷ്യം എഴുതിയിരിക്കുന്നത്. ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ, അത് തന്നെയല്ല, ആ വാക്കുകളുടെ അർത്ഥം കൊണ്ടും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് ഈ അനുഭവം തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാം. അത് ആണെന്നും അല്ലെന്നും ഒക്കെ പറയുന്ന വേറെ കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഈ പുസ്തകങ്ങളിങ്ങനെ നമുക്ക് വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. പല വെറൈറ്റി ആളുകൾ പല രീതിയിൽ ഭഗവാനെ കാണുന്നുണ്ട്. മാധവാചാര്യരുടെ കാര്യം ഞാൻ പണ്ട് പറഞ്ഞിരുന്നില്ലേ, അദ്ദേഹം പറയുന്നത് നമ്മിൽ നിന്ന് അന്യനാണ് ഈശ്വരൻ, നാം വേറെ, ഈശ്വരൻ വേറെ. ആ ബ്രഹ്മം എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ലെന്ന് അദ്ദേഹം അത് സമർത്ഥിച്ച് ജയിച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു വൈരുദ്ധ്യം. ഈ ശങ്കരാചാര്യർ എന്തിനാണത് ചെയ്തതെന്ന് വെച്ചാൽ, ഇവിടെ ഭയങ്കര ഭിന്നാവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇങ്ങനെ ഒരു മൂർത്തികൾ തമ്മിൽ പോലും ഭേദമുണ്ടാകരുതെന്ന് ഓർത്തപ്പോൾ, നമ്മൾ തമ്മിൽ പോലും ഭേദമുണ്ടാകരുത് എന്ന് ഓർത്ത് അദ്ദേഹം ചെയ്തതായിരിക്കാം ഒരുപക്ഷെ. അല്ലെങ്കിൽ ഈ സിദ്ധാന്തത്തിനെ ശരിയായ രീതിയിൽ തന്നെ വ്യാഖ്യാനിച്ച അദ്ദേഹം ഒരു ജ്ഞാനിയായിരുന്നല്ലോ. മഹാദേവൻ്റെ ഒരു അവതാരമായിട്ട് തന്നെ ശ്രീ ശങ്കരാചാര്യരെ കരുതുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെയായിരിക്കും. ദ്വൈതം എന്നൊന്നില്ല, അദ്വൈതം. ആ അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ എന്നാണ് അർത്ഥം കേട്ടോ. പലരും പറയുന്നത് രണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനും നീയും എന്നേ പറയുന്നുള്ളൂ. അങ്ങനെയല്ല, ഞാനും ഭഗവാനും രണ്ടല്ല, ഒന്നാണ്. അല്ലെങ്കിൽ പല ദൈവങ്ങളില്ല, ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല പറയുന്നത്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഏതാണത്? ഒന്ന്. എന്നിലിരിക്കുന്ന ആ ചൈതന്യവും നിങ്ങളിലിരിക്കുന്ന ചൈതന്യവും ഒന്നാണ് എന്നാണ് പറഞ്ഞത്. ഒത്തിരി വിശദീകരിക്കുന്നില്ല, നിങ്ങളങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടോ. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ. ഇത് ഈരടികളായിട്ടാണ് വരുന്നതിന്. ഈ പുരുഷൻ തന്നെയും ഇന്ദ്രിയ വിഷയങ്ങളെയും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന എന്താണ്? അന്ധകരണമാണ്. ആ അന്ധകരണത്തിൻ്റെ നാശത്തിൽ അന്ധകരണം എന്ന ഉപാധി ഉള്ളപ്പോൾ, അതൊരു ഉപാധിയാണ്. എന്താണ്? അഹങ്കാരം, ഞാൻ എന്നുള്ള വിചാരം, ഞാൻ എന്നുള്ള ഒരു ഭാവം നമുക്കുണ്ടാകുന്നെന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് അന്ധകരണം. അതിനെ പരസ്പരം ബന്ധിക്കുന്ന അഹങ്കാരത്തെയും നമ്മുടെ മനസ്സിലുള്ള ആ ബോധത്തെയും ഉപാധി ഉള്ളപ്പോൾ മാത്രം
ജാഗ്രത്തിലും സ്വപ്നാവസ്ഥകളിൽ കാണുന്നു, അല്ലാതെ അന്ധകരണം ലയിക്കുമ്പോൾ സുഷുപ്തിയിൽ കാണുന്നില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സുഷുപ്തിയിൽ, സ്വപ്നത്തിൽ നമ്മളിതൊന്നും കാണുന്നുമില്ല. പൃഥു ഉപാഖ്യാനത്തിലെ ഉപാഖ്യാനം എന്ന് പറയും കേട്ടോ. ഈ 4 അധ്യായങ്ങൾക്ക് പൃഥുവിനോട് സനകാദികളുടെ ഉപദേശമാണ്. അത് മൈത്രേയനാണ് പറഞ്ഞു കേൾപ്പിക്കുന്നത് വിതുരരെ എന്നുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശ്ലോകങ്ങളിൽ നിന്നാണ് ഒരുപാട് ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് വരുന്നത്. അത് ആവർത്തിക്കുകയാണ്. ആവർത്തനമേ നമുക്ക് രക്ഷയുള്ളൂ. കാരണം പഠിച്ചത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു പഠിച്ചാലേ നമ്മുടെ തെളിയുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് വെച്ചാലും പിന്നെ വായിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മൾക്ക് പ്രാക്ടീസ് വേണമെന്ന് പറയുന്നത് പോലെ അതിനാണ് ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതങ്ങ് വിട്ടുകള. ഇത് തന്നെയുള്ളത്. ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയ ഉപാധൗ വൈ പുമാൻ പശ്യതി നാന്യത. അന്ധകരണം ലയിക്കുമ്പോൾ സുഷുപ്തിയിൽ ഇതിനെ ഒന്നും കാണുന്നില്ല. നിമിത്തേ സതി സർവത്ര ജലാദാവപി പുരുഷഃ ജലാദാവപി പുരുഷഃ ആത്മനശ്ച പര്യസ്യാപി ആത്മനശ്ച പര്യസ്യാപി ഭിദാം പശ്യതി നാന്യതാ. മനുഷ്യർ സർവത്ര നിമിത്തേ സതി സർവത്ര ജലാദൗ അഭിപുരുഷ. സർവത്ര ജലം, കണ്ണാടി മുതലായ ഉപാധികൾ ഉള്ളപ്പോൾ മാത്രം പ്രതിബിംബ ഭേദം കാണുന്നു. അതില്ലെങ്കിൽ അത് കാണുന്നില്ല അല്ലേ? നമ്മൾ കാണുന്നത് എങ്ങനെയാ? നമ്മൾ ഒരു കാര്യത്തിൻ്റെ ഒരിടത്തല്ലാതെ പലയിടത്ത് കാണുന്നത് എങ്ങനെയാ? ഒരു ഉദാഹരണം പറഞ്ഞെങ്കിൽ കണ്ണാടി, ജലം, ആ ഉപാധികൾ ഇല്ലെങ്കിൽ പ്രതിബിംബത്തെ നമ്മളുടെ തന്നെ പ്രതിബിംബത്തെ നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെയാ? ഒന്നെങ്കിൽ കണ്ണാടിയിൽ നോക്കണം, അല്ലെങ്കിൽ നമ്മളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? താഴോട്ട് നോക്കിയ ശരീരം കാണാം, നമ്മുടെ മുഖം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല അല്ലേ? നമ്മുടെ മുഖഭാവം കാണാൻ പറ്റില്ല. ദേഷ്യപ്പെടുന്നവരോട് അതാണ് വിദഗ്ധർ പറയുന്നത്. ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയും നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കുക എന്ന്. കണ്ണാടിയിൽ പോയി നോക്കാൻ. നമ്മൾ ദേഷ്യപ്പെട്ട് വളരെ നമ്മൾ ക്ഷോഭിച്ചിരിക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കുമ്പോൾ നമ്മളുടെ മുഖം എങ്ങനെയാണെന്നൊന്ന് കണ്ടിരിക്കാൻ നിങ്ങളൊന്ന് നോക്കാൻ പറയും. പക്ഷേ അവരുടെ സൈക്കോളജിക്കൽ അപ്രോച്ച് അതാ. നമ്മൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യഭാവം പോകും. എന്തുകൊണ്ടാണ് ദേഷ്യഭാവം പോകുന്നത്? നമ്മളുടെ ആ മുഖം നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത്രയും ദേഷ്യഭാവത്തിൽ നമ്മളെന്നും കാണുമ്പോൾ നല്ല കുളിച്ച് എപ്പോഴാണ് നമ്മൾ കണ്ണാടി നോക്കുന്നത്? എവിടെയെങ്കിലും പോകാൻ ഒരുങ്ങുമ്പോഴൊക്കെ കണ്ണാടി നോക്കി എല്ലാം തൃപ്തിയായി, സാരി ഉടുത്തത്, മുഖത്ത് നമ്മൾ പൗഡർ ഇട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, കണ്ണെഴുതിയിട്ടുണ്ട്, പൊട്ട് തൊട്ടിട്ടുണ്ട്, പൊട്ടിന് ചെരിവുണ്ടോ, ഇതെല്ലാം നോക്കി, ചന്ദനം കുറി തൊട്ടിട്ടുണ്ട്, അത് വൃത്തിയായിട്ടുണ്ടോ എല്ലാം നോക്കി, എല്ലാം ആവശ്യത്തിനെല്ലാം ഉണ്ട്, ഓവറായിട്ടുണ്ടോ എന്ന് നോക്കി അല്ലേ? നമ്മളങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യും. നമ്മളെ അപ്പം നമുക്ക് ഇഷ്ടമാകും. പക്ഷേ ഇപ്പോൾ ഈ നിൽക്കുന്ന ഭാവം നമുക്ക് അത്ര പോരാ. അപ്പം നമുക്ക് പെട്ടെന്ന് ദേഷ്യം കുറയും അത്രേ. അതവരുടെ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന കാര്യമായി നമ്മൾ പലയിടത്തും വായിച്ചിട്ടുണ്ടല്ലേ. ദേഷ്യപ്പെടുമ്പോൾ ഒന്നെങ്കിൽ 1 മുതൽ 100 വരെ എണ്ണുക. അപ്പോൾ എണ്ണലിലായി ശ്രദ്ധ, ദേഷ്യം കുറഞ്ഞു. അല്ലെങ്കിൽ നമ്മളെ തന്നെ കണ്ണാടിയിൽ പോയി ദർശിക്കുക എന്ന്, അത്രയേ ഉള്ളൂ. ആ പ്രതിബിംബ ഭേദം കാണുന്നു. അപ്പം മാത്രമേ പ്രതിബിംബം കാണുന്നുള്ളൂ. എവിടെ കണ്ണാടിയിൽ നോക്കിയാലും ജലത്തിൽ നോക്കിയാലും നമുക്ക് നമ്മുടെ പ്രതിരൂപം കാണാം, അല്ലാതെ ഒരിക്കലും നമ്മൾ കാണുന്നില്ല. ഇന്ദ്രിയൈർ വിഷയാകൃഷ്ടൈർ പിന്നെ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയം ഇവ ഹ്രദാത്. ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹ്രദാത്. ഇന്ദ്രിയൈർ വിഷയാകൃഷ്ടൈർ അവിടെ നിർത്തുക. പിന്നെ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേഹേ സ്തംഭ സ്തോയം ഇവ ഹ്രദാത്. അത് സ്തംഭന്ന് തന്നെയുണ്ട് കേട്ടോ, അല്ല തായല്ല, ബുദ്ധേഹേ എന്നവിടെ പറഞ്ഞ പിന്നെ സ്തംഭ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തംഭം. പിന്നെ ചിന്തിക്കുന്നവരുടെ വിഷയാകൃഷ്ടങ്ങളാൽ ഭ്രമിക്കപ്പെടുന്ന മനസ്സ്, ഓരോന്നിനെ കണ്ടു കഴിഞ്ഞാൽ ഭ്രമിക്കപ്പെടുന്ന മനസ്സ് നദീതടങ്ങളിലെ കുശാദികൾ നദീജലത്തെ എന്ന പോലെ ആരുമറിയാതെ ബുദ്ധിയുടെ വിവേചന ശക്തിയെ നശിപ്പിക്കുന്നു. ബുദ്ധിയുടെ വിവേചന ശക്തിയെ ഈ നദീജലത്തെ കുശാദികൾ, ഗർഭപുല്ലുകൾ വളർന്നു നിൽക്കുമ്പോൾ അത് നദീജലത്തെ എങ്ങനെയാണ് ആരും അറിയാതെ നശിപ്പിക്കുന്നത്, അതുപോലെ
ബുദ്ധിയുടെ ഇതിനെ തന്നെ നശിപ്പിക്കുന്നു. ബുദ്ധിയുടെ വിവേചന ശക്തിയെ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ആ വിവേചന ശക്തിയെ നശിപ്പിക്കുന്നു. എങ്ങനെയാ? ഈ ചിന്തിക്കുന്നവരുടെ വിഷയത്തിൽ ആകർഷരായവർ. ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശ സ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുർ പ്രഹുരാത്മാപന്നവമാത്മനഃ എന്നുള്ള വായിക്കാമേ. ഭ്രശ്യതി അനുവാണ്. ഭ്രശ്യതി അനു സ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശ സ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുർ നിർത്തുക. എന്നിട്ട് ആത്മാപന്നവമാത്മനഃ. നമ്മുടെ ആ ശരീരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ചലനം നിലച്ചാൽ, ആ ശ്വാസം നിലച്ചാൽ, നശിച്ചാൽ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അനുസന്ധാനം, നമുക്ക് ആ പിന്തുടർച്ച നശിക്കും ഇല്ലേ? നമ്മൾ പിന്നെ അത് ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കുകയില്ല. അപ്പോൾ ആ സമയത്ത് ആ ജീവൻ പോയി കഴിയുമ്പോൾ നമ്മുടെ ആ പഴയതിനെ നമ്മളങ്ങ് മറക്കും. പിന്നെ പുതിയതിലോട്ട് പോവാന്നല്ലേ പറയുന്നത്. അത് നശിച്ചാൽ ബുദ്ധിഭ്രംശം വരും. ബുദ്ധിഭ്രംശമായിപ്പോയി ആകും. ആ ശരിയായിട്ടുള്ള ബുദ്ധി നശിച്ചാൽ ചേതന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ജീവൻ അല്ലെ, ആ നമ്മളെ എന്താണോ നമ്മളെ കൊണ്ട് നടക്കുന്ന ആ ഒരു ചൈതന്യം, ആ ചൈതന്യം, ആ ചൈതന്യം ഇല്ലാതായാൽ പഴയ കാര്യങ്ങൾ നമ്മൾ മറന്നേ പോകും. അനുസന്ധാനം അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. അങ്ങനെയുള്ള ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മൾ ഇല്ലാതായി പോയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബുദ്ധിക്ക് ഒരു അസ്ഥിരത വരും. ആ അസ്ഥിരത, അതായത് ബുദ്ധിനാശം, വിവേകികൾ ആത്മാവിൻ്റെ നാശം എന്ന് തന്നെ പറയുന്നു. ആ ആത്മാവിൻ്റെ നാശമാണെന്ന് ബുദ്ധിയുള്ളവർ പറയുന്നു. നാദപരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മന സ്വവ്യതിക്രമാത്. ഒന്നുകൂടെ വായിക്കാമേ. നാദഃ പരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയഃ ത്വമാത്മന സ്വവ്യതിക്രമാത്. നാദഃ പരതരോ ലോകേ പുംസ സ്വാർത്ഥ വ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്ത്വം. അവിടം വരെ വായിക്കണം. പിന്നെ ആത്മന എന്ന് എഴുതണം, മാവെട്ടിയിട്ട്. പ്രേയസ്ത്വം ആത്മന സ്വവ്യതിക്രമാത്. വലിയ കുഴപ്പങ്ങളില്ല, എന്നാലും ഇവിടെ ഒന്നിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ പുസ്തകത്തിൽ വേഴയാണെങ്കിൽ ഇതൊന്നും ചെയ്യണ്ട. ആത്മാവിലുള്ള ഈ പ്രേമം കൊണ്ട് ആണോ മറ്റുള്ള വസ്തുക്കൾ തനിക്ക് പ്രിയപ്പെട്ടതായി തീരുന്നത്? അങ്ങനെയുള്ള ആത്മാവിലുള്ള ആത്മാവിനോട് ശരിക്കും നമ്മളോടുള്ള, നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തോടുള്ള സ്നേഹം കൊണ്ടാണോ നമുക്ക് മറ്റ് വസ്തുക്കൾ പ്രിയപ്പെട്ടതായി തീരുന്നത്? അങ്ങനെയുള്ളവൻ ആത്മാവിന് തന്നിൽ നിന്ന് തന്നെ നാശം വരിക എന്നുള്ളതിനേക്കാൾ വലുതായ ഒരു നാശവും മനുഷ്യന് ലോകത്തിലില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ നാശം. കാരണം ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ട് മറ്റ് വസ്തുക്കൾ പ്രിയപ്പെട്ടതായി തീരുന്നത് അത് സത്യമാണ്. അത് ഇവരീ പറയുന്നതൊന്നും നമുക്ക് പ്രാവർത്തികമല്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ചില ഭാഗങ്ങൾ പാഠഭാഗങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്കത് വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ല. ശരിക്കും അത് ഞാനിങ്ങനെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് വായിച്ചത്. ഏതൊരു ആത്മാവിലുള്ള ഈ പ്രേമം കൊണ്ടാണോ മറ്റ് വസ്തുക്കൾ പ്രിയപ്പെട്ടവയായി തീരുന്നത്, അങ്ങനെയുള്ള ആത്മാവിന് തന്നിൽ നിന്ന് തന്നെ നാശം വരിക എന്നുള്ളതിനേക്കാൾ വലുതായി ഒരു നാശവും മനുഷ്യന് ലോകത്തിലില്ല. എല്ലാം മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. പിന്നെ ചിന്തിക്ക് ഇരുന്നുകൊണ്ട് അപ്പോഴാണ് മനസ്സിലാകുന്നത് എന്താ, നമ്മളെ തന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ളതൊക്കെ വെച്ച് നമ്മളുടെ സ്വന്തമായിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുന്നതിനോട് നമ്മൾ ഓരോരുത്തർക്കും അടുപ്പം തോന്നുന്നത്. അത് സ്വാമിജി പറഞ്ഞ കഥ തന്നെ. നമ്മൾ ആദ്യം വായിക്കും, പത്രത്തിൽ ചരമക്കോളം എടുത്ത് വായിക്കും. നമുക്ക് ഇരവിനെല്ലൂർ എന്ന് കാണും. അപ്പോൾ നമുക്ക് ഇരവിനെല്ലൂരിൽ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ കൊല്ലം എന്ന് കാണും. കൊല്ലത്തൊരു ആൾ മരിച്ചു. അത് നമ്മൾ പണ്ട് സപ്താഹത്തിന് പോയപ്പം ആ കണ്ടിരുന്ന ആളിൻ്റെ ഒരു സഹോദരിയുടെ മകനാ എന്തോ ആരാ മരിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ടു പോയി.
അത് കഴിഞ്ഞ് അടുത്തത് കേട്ടപ്പോൾ കോട്ടയം കേട്ടു. കോട്ടയത്തെ ഒരു വാർത്ത വന്നു. അയ്യോ, നമുക്കറിയാവുന്ന കേട്ടോ, നമ്മൾ കണ്ടിട്ടുള്ളത് അവരെ തിരുനക്കരയമ്പലത്തിൽ വെച്ച് പല പ്രാവശ്യം കണ്ടിട്ടുള്ളത് നല്ല ഒരു സ്ത്രീയായിരുന്നു. അവർ എന്നാ പറ്റിയതാണോ നമുക്കറിയത്തില്ല. പിന്നെ തിരുവഞ്ചൂർ കണ്ടു. തിരുവഞ്ചൂർ സ്വാമിജിയുടെ ആശ്രമത്തിൽ പഠിക്കാൻ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് ഞങ്ങൾ പഠിച്ചതാണ്. അവർ വായിക്കുന്നതൊക്കെ കേട്ട്, അവർ വേറെ ഒരു സ്ഥലത്തായിരുന്നു, അവരവിടെ വന്ന് പല പ്രാവശ്യം നമ്മൾ വായിക്കുന്നതൊക്കെ കേട്ടിട്ടും ഒക്കെ ഉള്ളത്. അവർക്കും കുറച്ച് നാളായിട്ട് മേലാതിരിക്കായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. അവർ മരിച്ചു. ഇരവി നെല്ലൂർ എന്ന് ഒരു വാർത്ത പെട്ടെന്ന് ചങ്കിൽ കൂടി അങ്ങ് നമ്മുടെ ഒന്ന് കത്തിപ്പോയി. ആരായിനി ഇത്? നമുക്ക് അറിയാവുന്ന ഒരാളാണ്, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. കുറേ നാളായിട്ട് അസുഖമായിട്ട് കിടക്കുന്ന ആളാണ്. അദ്ദേഹവും ഇങ്ങനെ വിഷ്ണു ലോകം പ്രാപിച്ചു എന്ന ഒരു വാർത്ത പത്രത്തിൽ കണ്ടെന്നിരിക്കട്ടെ. അപ്പം നമുക്കുള്ള ഒരു വ്യസനമോ അപ്പോൾ ഉള്ള ഒരു വേവലാതിയും മറ്റുള്ളതിനൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. നമ്മുടെ അടുത്തൊരു ബന്ധു പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്ന് മരിച്ചു. ഒരു 10-20 കിലോമീറ്റർ അകലെയാണ് പോകണം. പിന്നെ നമ്മൾ ഈ ഏതെങ്കിലും ഓർത്തിരിക്കുമോ? ഒന്നും ഓർത്തിരിക്കത്തില്ല. ഒന്നിനെക്കുറിച്ച് നമുക്ക് ഉത്കണ്ഠയില്ല, വിഷമമില്ല, ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ ആൾ നമുക്ക് വേണ്ടപ്പെട്ടതാണ്. നമുക്ക് അതിനോടുള്ള മമത, അതിനാണ് സ്വാമിജി മമത എന്ന് പറയും. എൻ്റെ ഞാനും ആണ്, ഞാനും എൻ്റേതും. ആ മമ, അതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ആ ആത്മാവിലുള്ള, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിലുള്ള പ്രേമം കൊണ്ടാണ്, ഏതൊരു ആത്മാവിലുള്ള ഈ പ്രേമം കൊണ്ടാണോ മറ്റു വസ്തുക്കൾ പ്രിയപ്പെട്ടതായി തീരുന്നത്. നമുക്ക് മറ്റു വസ്തുക്കൾ പ്രിയപ്പെട്ടതായി തീരുന്നത് എന്താണ്? നമ്മുടെ ആത്മാവിന് അതിനോടൊരു സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അല്ലേ? അങ്ങനെയുള്ള ആത്മാവിൽ തന്നിൽ നിന്ന് തന്നെ നാശം വരിക എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ നാശം. അതാണ് ഏറ്റവും വലിയ നാശം മനുഷ്യന്. ലോകത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ. നമുക്ക് സ്വന്തമായിട്ടുള്ളതൊന്ന് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന അത് തീവ്രമായിട്ട് അനുഭവിക്കുന്ന ഒരാൾ, ആ മനുഷ്യന് അതിലും വലിയൊരു നാശം ലോകത്തിലില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നില്ല. അതേ ഉള്ളൂ. അത്രയും പറഞ്ഞില്ലേ അതിന് ഒരു ഭംഗിയില്ല. അത്രയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും മനസ്സിലാകത്തില്ല അങ്ങനെ പറഞ്ഞാൽ. അത് ഇന്നതാണെന്ന്, ഇന്ന ശ്ലോകമാണെന്ന് പോലും അല്ല. ഇത് നാദപരതരോ, അതല്ലേ നമ്മൾ വായിച്ചത്? അതെ, നാദപരതരോ ലോകേ പുംസ സ്വാർത്ഥ വ്യതിക്രമ, സ്വാർത്ഥനാകുന്നതുകൊണ്ട് യദ്ധ്യന്യസ്യ പ്രേയഃ ത്വമാത്മന സ്വവ്യതിക്രമാത് അർദ്ധേന്ദ്രിയാർദ്ധാഭിധ്യാനം സർവാർദ്ധാപന്നവോ നൃണാം ഭ്രംസിതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. അർദ്ധേന്ദ്രിയാർദ്ധാഭിധ്യാനം സർവാർദ്ധാപന്നവോ നൃണാം ഭ്രംസിതോ വിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. അർദ്ധേന്ദ്രിയാർദ്ധാഭിധ്യാനം, ഇന്ദ്രിയങ്ങളുടെ, അതായത് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഒന്നിച്ചങ്ങ് പറയാം. 11 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. അതിനകത്ത് ആഗ്രഹം, അതിനകത്ത് അർത്ഥകാമങ്ങളായ ആദിയായ അതിനോടുള്ള നിരന്തര ധ്യാനം. എപ്പോഴും പണം ഉണ്ടാകണം, സൗഖ്യമുണ്ടാകണം, അത് വേണം, ഇത് വേണം, പിന്നെ ലാഭം, നഷ്ടം, ഇതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഇതൊക്കെ അതുപോലെ നിരന്തരമായിട്ടുള്ള അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന മനുഷ്യർക്ക് സർവപുരുഷാർത്ഥ സാധകമാണ്. അർത്ഥ കാമ ധ്യാനത്താൽ ജ്ഞാനം വിജ്ഞാനം എന്നിവയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് മാറി നിൽക്കേണ്ടതായി വരും. അതിനകത്ത് ഭ്രഷ്ടനായി സ്ഥാവരത്വം പ്രാപിക്കും. നമുക്ക് ഇതിനകത്തോട്ടൊട്ടും ചേരാൻ നമുക്ക് പറ്റില്ല. ഈ അർത്ഥകാമങ്ങളോട് ഉള്ള നിരന്തരമായ ധ്യാനം, അതിനെ വേണം അത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർക്ക് ഇതൊന്നും എത്താൻ പറ്റാത്തത്. ജ്ഞാനം മുഴുവൻ സിദ്ധിക്കാത്തതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. നമുക്കിങ്ങനെ ആവശ്യങ്ങളിലാണ് ഇങ്ങനെ എപ്പോഴും കിടക്കുന്നത് അല്ലേ? നമുക്ക് ഉള്ളതൊക്കെ നമുക്ക് ഒന്നും ഇല്ലാത്തവരല്ല. പക്ഷേ നമുക്ക് ഇല്ലാത്തത് പിന്നെയും അതും കൂടെ വേണം എന്നുള്ള ആഗ്രഹം, അത് ഇന്നും ഇല്ലാതാകുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഇതിനകത്ത് നമ്മളിത് വായിച്ച് ഇതിൻ്റെ അർത്ഥം പറയാമെന്നല്ലാതെ ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല.
അങ്ങനെയൊക്കെ കളഞ്ഞിട്ട് വന്നവരാണ് സന്യാസിമാർ. അങ്ങനെ വേണം എന്നാണ് സനകാദികൾ പൃഥ്വിരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് ഇത് എല്ലാം കഴിഞ്ഞിട്ട് ആശ്രമം ഗച്ഛേദോ ഒരാശ്രമത്തിൽ നിന്ന് ഒരു ആശ്രമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മൾ പഠിക്കുന്നവർ മിക്കവാറും ഭൂരിഭാഗം പേരും ചെറുതായിട്ട് ഇതൊക്കെ വിട്ടു തുടങ്ങേണ്ട പ്രായമായി. എങ്കിലും നമ്മളിപ്പോഴും തുടർന്ന് പോകുക. നമ്മുടെ മുൻഗാമികൾ ചെയ്തതിനേക്കാൾ ഒരു പടിയും കൂടെ കുറച്ച് നാളും കൂടെ കൂടുതൽ നമ്മുടെ മുൻഗാമികളായിട്ട് നമ്മുടെ അമ്മമാരായിട്ടുള്ളവർ നമ്മുടെ ഈ പ്രായത്തിലൊന്നും ഇത്രയും ഒന്നും ഇങ്ങനെ അർത്ഥകാമങ്ങളുടെ പുറകെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. രാമനാണ്. ഞാൻ നിർത്തുവായത്. അർദ്ധേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് ഏനാവിശതി മുഖ്യതാം. ആ വസ്തുക്കൾ പ്രിയപ്പെട്ടവയായിത്തീരുന്ന എങ്ങനെയുള്ള ആത്മാവിന് തന്നിൽ നിന്ന് തന്നെ നാശം വരിക എന്നുള്ളതിനേക്കാൾ അതും അതിൻ്റെ അല്ല. പിന്നെ അർത്ഥകാമങ്ങളുടെ ആ ധ്യാനം കൊണ്ട് മനുഷ്യർക്ക് സർവ പുരുഷാർത്ഥ സാധകമാണ്. ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ധനം എന്നാ കേട്ടോ. മറ്റ് ഇന്ദ്രിയങ്ങൾ എന്നുള്ളത് ആഗ്രഹധ്യാനത്താൽ ആ അർത്ഥകാമത്തിനോടുള്ള ആർത്തി കൊണ്ട്. ആർത്തി എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാകും. ജ്ഞാനം വിജ്ഞാനം എന്നിവയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. ന കുര്യാത് കർഹിജിത് സംഘം തമസ്തീവ്രം തിതീരിഷുഹു ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്ത വിഘാതകം. ന കുര്യാത് കർഹിജിത് സംഘം തമസ് തീവ്രം തിതീരിഷു ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്ത വിഘാതകം. അവിടെ കൊണ്ട് നിർത്തേ. അവിടെ ന കുര്യാത് കർഹിജിത് സംഘം അവിടെയാണ് തീർക്കുന്നത്. അവിടെ തിരുത്താനൊന്നുമില്ല കേട്ടോ. തിതീരിഷുഹു അങ്ങനെ തന്നെയാണ്. ധർമ്മ അർത്ഥകാമ മോക്ഷങ്ങൾക്ക് ഏതൊന്ന് അത്യന്തം നാശകരമാണോ, ഏതാണോ നാശകരം അതുമായുള്ള ചേർച്ച അജ്ഞാനമായ അന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യരുത്. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് എന്താണ് അത്യന്തം നാശം ഉണ്ടാക്കുന്നത്? അതിനോടുള്ള ആഗ്രഹം, അതിനോടുള്ള ധ്യാനം. മുമ്പേ പറഞ്ഞത് ധർമാർത്ഥ കാമ മോക്ഷങ്ങളോടുള്ള ആവേശം അത് കുറയ്ക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എന്തിൽ നിന്നും വൈരാഗ്യം ഉണ്ടാക്കുക, വിരാഗത എന്ന് വെച്ചാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുക, മാറി നിൽക്കുക, അത് വേണ്ട എന്ന് തോന്നുക. ആ തോന്നൽ മാത്രമേ ഈ അജ്ഞാന അന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതാണ്. എന്താ ഇത് ഒരുപാട് കാര്യങ്ങൾ നേടണം എന്നുള്ള ആ ഒരു ചിന്ത വിട്ടുകളയുക. അപ്പോൾ സ്വസ്ഥമാകും മനസ്സ്. കാരണം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കിട്ടാനുള്ള വഴി നോക്കും അല്ലേ. അതുകൊണ്ടാണ്. പിന്നെ 35-ാമത്തേത് കൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം നിർത്താമേ. തത്ര വിമോക്ഷയേവാർദ്ധ ആത്യന്തികതയേഷ്യതേ ത്രൈവർഗ്യോർദ്ധോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ. തത്ര വിമോക്ഷയേവാർദ്ധ ആത്യന്തികതയേഷ്യതേ ത്രൈവർഗ്യോർദ്ധോ യതോ നിത്യം കൃതാന്തഭയസംയുതഃ. 4 വിധമുള്ള പുരുഷാർത്ഥങ്ങളുണ്ട്. അതിനകത്ത് മോക്ഷം മാത്രം, ധർമ്മം അർത്ഥം കാമം മോക്ഷം, അതിനകത്ത് മോക്ഷം മാത്രമേ ശാശ്വതമായ തീരുമാനമായിട്ടുള്ള ആ പുരുഷാർത്ഥങ്ങൾ ആയിട്ട്. ആ പുസ്തകം എടുക്കാതെ രാമ, പുസ്തകം ഇവിടെ കൊണ്ട് വെക്കുക. ശ്രീകൃഷ്ണ കർണാമൃതമാണേ അവിടെ കളിക്കുന്ന സാധനം. ഹരി ഓം. ധർമാർത്ഥ കാമ മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം. അവിടെ തൊടാതെ വലിച്ച വഴക്ക് പറയും. അതൊന്നും തൊടാതെ പൂജാമുറിയിലായും പോയി ഞാൻ. അപ്പുറത്തെ മുറി മതിയായിരുന്നു. എന്തോന്ന് അത്യന്തം നാശകരമാണോ അതുമായുള്ള ചേർച്ച അജ്ഞാന അന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരുവിധം അതിന് മുമ്പിലത്തെ ശ്ലോകത്തിൻ്റെ ആകെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ അതറിയാമല്ലോ. ധർമ്മം അർത്ഥം കാമം മോക്ഷം മാത്രമേ ശാശ്വതമായ പരമപുരുഷാർത്ഥമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളൂ. എന്തെന്നാൽ ആ ധർമാർത്ഥ കാമങ്ങളെല്ലാം മോക്ഷം മാത്രമേ ശാശ്വതമായിട്ട് എന്ന് വെച്ചാൽ എന്നത്തേക്ക് നിലനിൽക്കുന്നതായിട്ട് മോക്ഷം മാത്രമേ ഉള്ളൂ. മറ്റേതെല്ലാം ഇല്ലാതായി പോകുന്നതാണ്. അതുകൊണ്ട് ഈ ധർമ്മ അർത്ഥ കാമങ്ങളെല്ലാം നിത്യവും കാലത്തിന് ഭയമുള്ളവയാണ്. ഞാൻ പറയുന്ന കാലം
എല്ലാത്തിനും ഒരു പരിഹാരമാണെന്ന് പറയില്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാലം എന്ന് പറയുന്നത് അത് നമ്മുടെ കാലം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാലഭയമുള്ളവയാണ് ധർമാർത്ഥ കാമങ്ങളെല്ലാം. ധർമാർത്ഥം കാമം എന്നുവെച്ചാൽ പണം വന്നാലും അത് ഇന്ന സമയം കൊണ്ട് തീരുമെന്ന് നമുക്ക് ഏകദേശം ഉറപ്പുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം അതും ഈ ആഗ്രഹങ്ങളുടെ അതും ഒരു പരിധി വരെ നിൽക്കുന്നുള്ളൂ. അർത്ഥം കാമം ഏതാഗ്രഹവും എല്ലാം മുഴുവൻ നമുക്ക് സാധിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യജന്മത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം പൂർണ്ണമല്ല. മോക്ഷം നമുക്ക് വേണമെങ്കിൽ സാധിക്കാം. എങ്ങനെ? ഭഗവാനോട് അടുക്കണമെങ്കിൽ ഈ മറ്റ് മൂന്നെണ്ണവും കുറേശ്ശെ വിട്ടു കൊടുക്കുക, അതിൽ നിന്ന് വിട്ടു മാറി നിൽക്കുക. ഹരി ഓം.